ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയാണ് പുലിയും ആട്ടിടയനും. ആട്ടിടയനെ നമ്മൾ ഇടയച്ചെറുക്കനെന്നും വിളിക്കും കേട്ടോ. ആട്ടിടയൻ, ഇടയച്ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഷെപ്പേഡ്, ആടുകളെ നോക്കുന്നയാള്, ആടുകൾക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പരിപാലിക്കുന്ന ആളിനെയാണ് ആട്ടിടയൻ അല്ലെങ്കിൽ ഇടയച്ചെറുക്കൻ എന്ന് പറയുക. ഒരു ഗ്രാമത്തില് ഒരു ഇടയച്ചെറുക്കൻ താമസിച്ചിരുന്നു. ഒരു കൊച്ചു വില്ലേജിലാണ് അവനെ താമസിക്കുന്നത്. അപ്പൊ അവന് എന്നും ഈ ആടുകളെ പുല്ല് തീറ്റാനും മേയാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് അടുത്തുള്ള ഒരു കാടിന്റെ സൈഡിലായിട്ടാണ്. എന്നും കൊണ്ടുപോകും, എന്നും ആടുകളെ അവിടെ വിടും. അവൻ അവിടെ വെറുതെ ഒരു മരത്തിന് തണലിരിക്കും. ആടുകൾ പുല്ലൊക്കെ തിന്ന് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കൂട്ടി എല്ലാവരെയും കൂടെ കൂട്ടി തിരിച്ച് ഗ്രാമത്തിലോട്ട് പോകും. ഈ കാടിന് അടുത്തായിട്ടൊരു വയലുണ്ട്. വയലെന്ന് പറഞ്ഞാൽ പാടി ഫീൽഡ്. അവിടെ കുറേയേറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ റൈസ്, നെല്ലൊക്കെ ഉണ്ടാക്കുക, അത് കൃഷി ചെയ്യുക, ഫാമിങ് നടത്തുന്ന അങ്ങനെ കുറച്ച് കൃഷിക്കാരവിടെയുണ്ട്. ഫാമിങ് നടത്തുന്നവരെ നമ്മൾ കൃഷിക്കാരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ ഇടയച്ചെറുക്കന് ഇങ്ങനെ ആടുകളൊക്കെ മേയാൻ വിട്ട് വെറുതെ ഇരുന്നപ്പോൾ അവന് തോന്നി, വെറുതെ ഇരിക്കുമല്ലേ, ഒരു ചെറിയ തമാശ ഒപ്പിക്കാം. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ വളരെ ഒച്ചത്തിൽ വിളിച്ച് കരഞ്ഞു, അയ്യോ പുലി വരുന്നേ, പുലി വരുന്നേ, ഓടിവായോ, എന്നെ രക്ഷിക്കണേ. ഇത് കേട്ടോണ്ട് ഈ വയലിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരുണ്ടല്ലോ, അവൻ ഓർത്തു, അയ്യോ ഒരു പാവം ചെറുക്കൻ, അവനെ പുലി പിടിക്കാൻ വന്ന് കാണും, കാടിന്റെ സൈഡിലല്ലേ, ഓടിച്ചെന്ന് രക്ഷിച്ചേക്കാം എന്ന് കരുതി അവരവരുടെ ജോലിയെല്ലാം നിർത്തി കൈ കിട്ടിയ ആയുധങ്ങള്, വടിയാകാം, കമ്പ്, അങ്ങനെയുള്ള പല ആയുധങ്ങൾ കൊണ്ട് അവർ ഓടിച്ചെല്ലുകയാണ്. അവർ ഓടി ഇവന്റെ അടുത്തെത്തിയപ്പോൾ ഇവൻ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാരും പറ്റിച്ചതാ, നിങ്ങളെല്ലാരും തിരിച്ചു പോക്കോ, ഇവിടെ പുലിയൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും അങ്ങോട്ട് ലഭ്യരായി. എന്നിട്ട് അവരങ്ങോട്ട് തിരിച്ചു പോവാണേ. അവർ പറഞ്ഞു, ഇത് ചെറുക്കൻ്റെ ഒരു കുസൃതി കണ്ടില്ലേ, നമ്മുടെ പണിയെല്ലാം കളഞ്ഞ് നമ്മൾ വെറുതെ വന്നല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് തിരിച്ചു പോയി. പല ദിവസങ്ങളും ഇവൻ ഇത് ആവർത്തിച്ചു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് വീണ്ടും തോന്നി, ഒന്നുകൂടെ ഞാനൊന്ന് പറ്റിക്കാം ഇവരെ. വീണ്ടും അവൻ ഇതുപോലെ തന്നെ, അയ്യോ പുലി വരുന്നേ, പുലി വരുന്നേ, ഓടി വരണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ ഈ കൃഷിക്കാരൻ എന്നാ ഓർത്തെന്നറിയോ? ആ കാടിന്റെ സൈഡല്ല, ഇത്തവണ ചിലപ്പോൾ ശരിയായിരിക്കും, ശരിക്കും വന്ന് കാണുമായിരിക്കും, പോയി നോക്കിയേക്കാം എന്ന് കരുതി അവർ വീണ്ടും അവരുടെ ജോലിയെല്ലാം നിർത്തി കൈ കെട്ടിയ വടിയും കമ്പും ഒക്കെ ആയിട്ട് അവർ ഓടിച്ചെന്നു രക്ഷിക്കാൻ. അന്നേരം ഇവൻ പറഞ്ഞു, അയ്യേ ഞാൻ പറ്റിച്ചതാണ്, ഇവിടെ ഒന്നും വന്നിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളെ ചുമ്മാ പറ്റിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ അവര് വീണ്ടും നിരാശരായിട്ട് സങ്കടപ്പെട്ട്, ജോലിയൊക്കെ നിർത്തി പോകുന്നതല്ലേ, ഇപ്പൊ വീണ്ടും പറ്റിച്ചല്ലോ എന്ന് ഓർത്ത് അവർ വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ പല ദിവസത്തെ പറ്റിയരായി കഴിഞ്ഞപ്പം ഒരു ദിവസം ശരിക്കും പുലി വന്നവിടെ. ചെറുക്കനങ്ങ് പേടിച്ചുപോയി കേട്ടോ. ഈ ആടിനെ പിടിക്കാനാ പുലി വന്നതേ. ചെറുക്കനങ്ങ് പേടിച്ചുപോയി. പുലി വന്ന് നോക്കിയപ്പോൾ ആടിനെക്കാട്ടിലും നല്ല മിടുക്കനായിട്ടൊരു കുട്ടി അവിടെ നിൽക്കുന്നു. എന്നാ ഇതിനെ പിടിച്ചേക്കാന്ന് ഓർത്ത് ഇവന്റെ പുറകെ ഓടി. അവൻ പേടിച്ച് അവൻ ഉറക്കെ കരഞ്ഞു, എല്ലാരും ഓടി വരണേ, ശരിക്കും ഇത്തവണ പുലി വന്നേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ പുറകെ വരുന്നുണ്ടേ, എന്നെ ഓടിക്കുവാണേ. ഇത് കേട്ടു കൃഷിക്കാരെ. പക്ഷെ അവരെല്ലാരും പറഞ്ഞു, ഇവൻ ഒരു നോട്ടി ബോയ് ആണ്, ഇവൻ എല്ലാ പ്രാവശ്യവും നമ്മളെ പറ്റിക്കുന്ന, ഇത്തവണ അവൻ പറ്റിക്കുന്നത് തന്നെ ആയിരിക്കും, അതുകൊണ്ട് ആരും പോകണ്ട, കുറച്ചു നേരം കഴിയുമ്പോൾ അവന്റെ പറ്റിയിൽ നിർത്തിക്കോളും എന്നും പറഞ്ഞ് അവരാരും പോയില്ല. എന്നിട്ട് എന്തു പറ്റി? പുലി അവനെ പിടിച്ച് തിന്നു. ഇതിന്നുള്ള ഗുണപാഠം എന്താണെന്ന് അറിയാവോ? അതായത് മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മളങ്ങനെ അനാവശ്യമായിട്ട് ആരോടും നുണ പറഞ്ഞ് അവരെയൊന്നും പറ്റിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് കരുതി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവര്, നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നവര്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം അവരെ ട്രിക്ക് ചെയ്യും, പറ്റിക്കും, അവർ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും, വീണ്ടും വീണ്ടും നമ്മൾ പറ്റിക്കും. അന്നേരം എല്ലാം നമ്മളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ശരിക്കും റിയലായിട്ട് നമുക്കൊരാവശ്യം വന്ന് നമ്മൾ വിളിക്കുമ്പം, നമ്മൾ സഹായം ചോദിക്കുമ്പം വരാൻ പിന്നെ ആരും ഉണ്ടായിന്ന് വരില്ല. അവരോർക്കും നമ്മൾ സ്ഥിരം ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, ഒരു സ്ഥിരം നമ്മളെ പറ്റിക്കുകയല്ലേ, അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഓർത്ത് ആരും വന്നെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഇതുപോലെ ട്രിക്ക് ചെയ്യാന്, പറ്റിക്കാന് ഒന്നും പോകരുത്. നമുക്ക് റിയലായിട്ടൊരാവശ്യം വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് ചോദിക്കുക, അതിനെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും.
അപ്പൊ ഇന്നത്തെ കഥ ഇതാണ്. അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.